സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം. തോന്നും പോലെ മാറ്റിയത് കഴിഞ്ഞ 10 വർഷമെന്ന മറുപടിയുമായി ഭരണപക്ഷവും തിരിച്ചടിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭരണമാറ്റത്തിന് ശേഷം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ജീവനക്കാരെ സ്ഥലം മാറ്റിയെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ പ്രമേയത്തിന് അനുമതി നൽകിയില്ല. വി ജോയിയാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. സ്ഥലമാറ്റം വ്യവസ്ഥകൾ പാലിച്ചു മാത്രമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന നടപടി എടുത്തിട്ടില്ല. പരാതിയുണ്ടെങ്കിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭരണ സൗകര്യാർത്ഥം ഏതാനും ട്രാൻസ്ഫറുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ചട്ടവിരുദ്ധവും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവുമായി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതായും അപ്രകാരം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയോ അത് കാരണം പൊതുജനങ്ങൾക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. സംതൃപ്തമായ ഒരു സിവിൽ സർവീസിനെയാണ് ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നിലവിലെ പൊതുസ്ഥലം മാറ്റങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചതായ പരാതികൾ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറിച്ചുള്ള ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. സ്ഥലമാറ്റം ഒരു മാനദണ്ഡവും പാലിക്കാതെയാണെന്ന് വി ജോയി ആരോപിച്ചു. വേണ്ടപ്പെട്ടവർക്ക് ആവശ്യപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റം നൽകി. 33 വകുപ്പുകളിലായി 207 ഉത്തരവിറങ്ങി. 310 വനിതകളെ അടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റി. സംഘടനാ നേതാക്കൾ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ സ്ഥലമാറ്റം നടക്കുന്ന കാലം മുൻപില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു തസ്തികകളിൽ ആളുമാറുമ്പോൾ 14 മാറ്റം വരുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. 2016 അനധികൃത സ്ഥലമാറ്റം സഭയിൽ ഉന്നയിച്ച PT തോമസിന് നൽകിയ മറുപടിയാണിതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച വേണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് സ്ഥലമാറ്റമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിയമപ്രകാരം ഇവർക്ക് എന്ത് അധികാരമാണ് ഇതിനൊക്കെയുള്ളത്? ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥർ അവരെ ആരായാലും ഇതെല്ലാം പൊതു താല്പര്യത്തിനാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഉപകാരസ്മരണയായിരിക്കാം. ഇത്തരം ഉത്തരവുകൾ പ്രഥമദൃഷ്ട്യാ ശരിയല്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.